ഇത് സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് നടുവേദന ഉണ്ടെങ്കിൽ എനിക്ക് ഡിസ്കിന് പ്രശ്നമുണ്ടോ, എനിക്ക് നിസ്കരിക്കാൻ പറ്റുമോ, സാധാരണ രീതിയിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ പൊതുവേ ഡിസ്ക് പ്രശ്നമുള്ള ആൾക്കാർ ഡോക്ടർമാർ തന്നെ പലപ്പോഴും പറയാറുണ്ട്, മുന്നോട്ട് കുനിഞ്ഞിട്ടുള്ള ജോലികളൊന്നും ചെയ്യരുത് എന്നുള്ള പറയാറുണ്ട്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിസ്കാരം കൂടി അതിന് കൂടുതൽ സ്റ്റോപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷേ നമുക്ക് ഈ ഡിസ്കിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് മാത്രം നിസ്കരിക്കുന്നതിനൊരു പ്രശ്നമില്ല. കാരണം വെച്ചാൽ നമുക്ക് മുന്നോട്ട് കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് വളഞ്ഞു നിന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുന്നതുകൊണ്ടാണ് ഡിസ്കിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ മുന്നോട്ട് കുനിഞ്ഞ് വലിയ ഭാരമുള്ള സാധനം എടുത്ത് പൊക്കുമ്പോൾ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുന്നത്. പക്ഷേ നിസ്കാരത്തിൽ അങ്ങനെ നമ്മൾ കുറേ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വളഞ്ഞു നിൽക്കുന്നില്ല. ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് ആണ്, ഒരു രീതിയിൽ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്ത് തിരിച്ച് അപ്പോൾ ആ പ്രഷർ കൂടുന്ന സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ തിരിച്ച് എണീക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിസ്കാരം നമുക്ക് നോർമലായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതിനേക്കാൾ ഉപരി നമുക്ക് മറ്റുള്ള കാര്യം വെച്ചാൽ നിസ്കാരത്തിലുള്ള പല പോസ്റ്ററുകളും ഈ നടുവേദനയുള്ള ആൾക്ക് ഉപകാരം ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് കൂടിയാണ്. എക്സസൈസിന് വേണ്ടി നിസ്കരിക്കുക എന്നുള്ളതല്ല, പക്ഷേ നിസ്കാരത്തിലുള്ള പല പോസ്റ്ററുകളും നമുക്ക് നടുവേദനയുള്ള ആൾക്കാർക്ക് ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുമെങ്കിൽ, അതായത് അക്യൂട്ടായിട്ട് സിവിയർ പെയിനുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നിസ്കരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ അതല്ലെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് കൂടുമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നടുവേദന കൂടുമെന്ന് വിചാരിച്ച് നമ്മൾ നിസ്കാരം ഒഴിവാക്കേണ്ട ആവശ്യമില്ല.